എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാഹന അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് രാജ്യത്തെവിടെയും പണമടയ്ക്കാതെ ചികിത്സ ലഭ്യമാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. വാഹന അപകടങ്ങളിൽ പെടുന്നവർക്ക് 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയുടെ വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ട ആശുപത്രികളിലായിരിക്കും പദ്ധതിയുടെ പൂർണ്ണ സേവനം ലഭ്യമാകുന്നത്. മറ്റ് ആശുപത്രികളിൽ അപകടനില തരണം ചെയ്യുന്നവരെ ഇളവ് ലഭിക്കുന്നതാണ്. മെയ് 5 മുതൽ പദ്ധതി നിലവിൽ വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറത്തിറക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ആശുപത്രികൾക്ക് ഈ തുക പിന്നീട് ക്ലെയിം ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി പ്രത്യേക പോർട്ടലും സജ്ജീകരിക്കുന്നതാണ്. 2024 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചിട്ടും പദ്ധതി നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുന്നതിനെതിരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചതോടെയാണ് ഗസറ്റ് വിജ്ഞാപനം നിലവിൽ ഇറക്കിയിട്ടുള്ളത്. അപകടം സംഭവിച്ച ദിവസം മുതൽ 7 ദിവസത്തേക്കോ അല്ലെങ്കിൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെയോ സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. മറ്റ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവർക്ക് അപകടനില തരണം ചെയ്യുന്നതുവരെയുള്ള ചികിത്സയുടെ ചിലവ് സൗജന്യമായിരിക്കും. പദ്ധതി നടത്തിപ്പിൻ്റെ ചുമതല ദേശീയ ആരോഗ്യ അതോറിറ്റിക്കാണെങ്കിലും സംസ്ഥാന റോഡ് സേഫ്റ്റി കൗൺസിലുകളാണ് നോഡൽ ഏജൻസികളും മുഖേന ഇത് പ്രവർത്തിക്കുന്നത്. ആശുപത്രികളുടെ ക്ലെയിമുകൾ തീരുമാനമെടുക്കുന്നതും ഇവരായിരിക്കും. ക്ലെയിമുകൾ 10 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കി ആശുപത്രികൾക്ക് പണം കൈമാറുന്നതാണ്. മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.